പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ കുറെ പിള്ളേർ അങ്ങനെ രക്ഷപ്പെട്ടല്ലേ. കൊറോണ കാലം സത്യം പറഞ്ഞാൽ ഈ ഇത്തരം യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാമൊക്കെ രക്ഷപ്പെട്ട സമയം അതാണ്. വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ വീഡിയോ ചെയ്യും, ഞാൻ പിള്ളേർ നോക്കും, അങ്ങനെ നോക്കിയിട്ട് അതിന്റെ ഗ്യാപ്പിലാണ് ഞാൻ സമയം കണ്ടെത്തി എല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറയണത്. പക്ഷെ ഞാനിത് അറിഞ്ഞിട്ട് ഞാൻ വിളിച്ച് നീ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ അതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു വെച്ചാൽ പറയണ എല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കുന്നു. ഇവക്ക് നല്ല സമയം കിട്ടുന്നുണ്ട് ചെയ്യാനായിട്ട്. എന്ന് ജോലി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കൊച്ചിനെ നോക്കുന്നതും വീട്ടുകാരെയും നോക്കുന്നതും എല്ലാം പുള്ളിയാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടാന്ന്. പണ്ടത്തെ കാലത്തൊക്കെ എന്താ പറയില്ലേ ആളുകള്, ഒരു എന്നാ ആണിന്റെ വിജയത്തിന് പിന്നിൽ പെണ്ണാണെന്ന്. ഇത് ഇവളുടെ വിജയത്തിന്റെ പിന്നിൽ അയാളാ. എന്ത് പറയാ, നല്ല ആണുങ്ങളായ അങ്ങനെയാണ്. സമയം ഉണ്ടെങ്കിൽ ചെയ്യാനല്ലോ. എന്ത് സമയം? ഇവിടെ ഏട്ടന് എന്തോരം സമയമുണ്ട്? ഏട്ടൻ വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്ക് എന്തോരം ആഗ്രഹം ഉണ്ടെന്നറിയോ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. ഞാനാണെങ്കിൽ ഒരു ഡാൻസാ അല്ലെങ്കിൽ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്നതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തോരം ഫോളോവേഴ്സ് കയറും. ഇതൊക്കെ എനിക്ക് എവിടെയാ ഇടണമെന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയാ സമയമുള്ളത്? എന്ത് എന്ത് ഇപ്പൊ ഒരു പ്ലേറ്റ് പോലും ഏട്ടൻ എടുത്തു വെച്ചില്ലല്ലോ. ഏട്ടൻ വന്ന് കൈയും കഴുകി കഴിക്കാനായിട്ട് അവിടെ വന്നിരിക്കും. ഒരു പ്ലേറ്റ് പോലും ഏട്ടൻ എടുക്കൂല. ഇത് ഏട്ടനാണെങ്കിൽ ഏട്ടനും ജോലിക്ക് പോകുന്നുണ്ട്, ഞാനും ജോലിക്ക് പോകുന്നുണ്ട്. ഏട്ടൻ അങ്ങ് രാവിലെ ഏട്ടൻ്റെ കാര്യങ്ങൾ നിർത്തിട്ട് ഏട്ടൻ അങ്ങ് പോകും. ഞാനാണെങ്കിൽ ഇവിടെ പിള്ളേരുടെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, അവരെ സ്കൂളിൽ വിടണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവരെ കുളിപ്പിച്ചവർക്ക് സ്കൂളിൽ ആക്കണം. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എവിടെ നേരം. പിന്നെ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് തളർന്നൊടിഞ്ഞ് വരും. എന്റെ കാര്യം നോക്കുന്നതാണോ ഇപ്പൊ കുഴപ്പമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ വേണ്ടൊക്കെ ഇപ്പൊ ഒന്നുമില്ല. അത് അവളുടെ കാര്യം ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഒരു ഇതായി പോയിണ്ട്. പിന്നെ അവളിപ്പോ സ്കൂളിലൊക്കെ പഠിച്ചപ്പോ ഞാനായിരുന്നു താരം. ഞാൻ എവിടെ നിക്കണം, അവളെവിടെ നിക്കണം. ഭാഗ്യമൊന്നും അല്ലെന്ന് കൂടെ ഉള്ള ആളുകളുടെ ഇതുപോലെ ഇരിക്കും. അതാ ഞാൻ പറഞ്ഞ നല്ല ആണുങ്ങൾ വേണം. നല്ല ആണുങ്ങളായ അങ്ങനെ. എനിക്കിപ്പോ എന്താ കുഴപ്പം? പിന്നെ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുഴപ്പം നല്ല ആണുങ്ങൾ എന്ന് പറയുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നീ പറഞ്ഞാൽ എനിക്ക് വേണ്ട അല്ലേ? നീ പറഞ്ഞ എന്താണ്? ഈ വീട്ടു ജോലി ചെയ്ത് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ് നല്ല ആണുങ്ങൾ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. സഹായിക്കുമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലൊക്കെ സഹായിക്കുന്നില്ലേ? അയാളും ജോലിക്ക് പോകണ്ടല്ലോ, അയാളും അവളെ സഹായിക്കുന്നൊക്കെ. അയാളുടെ ജോലി എന്റെ ജോലി തമ്മിൽ വ്യത്യാസം കാണൂലേ? അതെന്ത് വ്യത്യാസം? എനിക്ക് എന്റെ ജോലി രാവിലെ സ്റ്റേഷനിൽ പോണു, അയാൾ എവിടെയെങ്കിലും ഓഫീസിലായിരിക്കും. അയാൾ രാവിലെ വൈകിട്ട് വരുന്ന അവരും വൈകിട്ട് അല്ല വൈകിട്ട് വീണ്ടും വിളിച്ച് എനിക്ക് വീണ്ടും പോയിട്ട് വരില്ലേ? അതിപ്പോ അയാൾക്ക് ഏതെങ്കിലും ആവശ്യത്തിനൊക്കെ അതിന്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സംഭവം എന്താണ്? രാവിലെ എനിക്ക് ഞാൻ എക്സർസൈസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് പാല് കഴിച്ച് തരികയോ അല്ലെങ്കിൽ ചൂടുവെള്ളം തരികയോ അല്ലെങ്കിൽ തരുന്നുണ്ടായിരിക്കാം. അതാണ് എന്റെ പ്രശ്നം. അത് വേണ്ട, അത് ചെയ്യണ്ട നീ ഇനി. പിന്നെ രാവിലെ പ്ലേറ്റ് എടുത്തോണ്ട് വരാൻ തന്നെ കുറ്റം. പ്ലേറ്റ് എടുത്തോണ്ട് ഞാൻ ഇരുന്നോളാം ഇനി. പിന്നെ അല്ല അവനെന്ത് പറഞ്ഞ നീ എനിക്കൊന്നും തരണ്ട. തീർന്നല്ലേ നിന്റെ ഇൻഫ്ലുവൻസറോ? നീ എന്തുവേണം ആയിക്കോ. നീ എന്തുവേണം ചെയ്തു? ഞാൻ അവണോന്നല്ല പറഞ്ഞത്. പിന്നെ നീ ഇത്രയും പറഞ്ഞു കൂത്തി എനിക്കിപ്പോഴേ മനസ്സിലായി. അതിനാണ് നീ ഇങ്ങനെ കറക്ക ചുറ്റി വന്നത്. എനിക്കിപ്പോ ഇൻഫ്ലുവൻസ് അല്ല, നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ തോന്നും. അപ്പൊ നമുക്ക് അതുപോലെ ആവണമെന്ന് തോന്നും. അപ്പൊ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ കുത്തി പറയും. ഇപ്പൊ ഞാനിപ്പോ എന്താ വേണ്ട നിനക്കിപ്പോ? ഞാൻ ഒരു കാര്യം പറയാം. നീ നാളെ മുതൽ എന്റെ ഒരു കാര്യം നോക്കണ്ട. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ഏട്ടന്റെ കാര്യം നോക്കിയില്ലെങ്കിൽ എന്റെ കാര്യം ഞാൻ നോക്കണം. ഞാൻ നോക്കണം. എനിക്ക് കാപ്പി ഉണ്ടാക്കണ്ട, എന്റെ ഡ്രസ്സ് നീ കഴുകണ്ട, തയ്ക്കണ്ട, ഒരു പുല്ലും ചെയ്യണ്ട. നീ ഒന്നും ചെയ്യണ്ട. ഞാൻ എന്റെ അല്ല, നല്ല ആണുങ്ങള് പിന്നെ ബാക്കിയുള്ളവർക്ക് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ചുമ്മാ രാവിലെ ഇറങ്ങാൻ നേരത്തെ ഇത്തരത്തിലുള്ള ഓരോ വായ ഓരോ കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കോളും. ഇതെന്തൊരു പാട്.